ജില്ലാ കളക്ടർ ശ്രീ ദിനേശൻ ചേരുന്നുണ്ട്. സർ, അവിടുത്തെ വിവരങ്ങൾ എന്താണ് താങ്കൾക്ക് ലഭിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 2 ദിവസം മുന്നേ തന്നെ അവിടെ മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെയുള്ള പ്രദേശത്തുള്ള 22ഓളം വീട്ടുകാരോട് അവിടെ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ തുടക്കത്തിൽ വില്ലിങ് ആയിരുന്നില്ല. പക്ഷേ ഇന്നലെ രാവിലെ തന്നെ ഞാനത് ഫോഴ്സ്ഫുള്ളി ആണെങ്കിൽ അവരെ മാറ്റണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് 22ഓളം പേരെ അവിടുന്ന് മാറ്റിയത്. അതുകൊണ്ടാണ് വലിയൊരു അപകടം അവിടെ ഒഴിവായത്. പക്ഷേ ഇന്ന് 2 പേര് അവിടെ തിരിച്ച് ഡോക്യുമെന്റ്സോ എടുക്കാൻ അവിടെ തിരിച്ചു വന്ന് അപകടത്തിൽപ്പെട്ടു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. എങ്കിലും അവരെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പുറത്തെടുക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ നിലവിലുള്ള പോലീസ്, ഫയർഫോഴ്സ് സംവിധാനങ്ങൾ കൂടാതെ ഇപ്പൊ NDRFന്റെ കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമാണ്. NDRFന്റെ സന്നാഹങ്ങളും അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ പുറപ്പെട്ടിട്ടുമുണ്ട്. ശരി, താങ്ക് യു ഡോക്ടർ ദിനേശ് ശർവത്ത് പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ NDRFന്റെ സംഘം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇനിയുള്ള മാർഗം. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ NDRF സംഘം കൂടി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇനി രക്ഷാപ്രവർത്തനം നടത്തുക എന്നാണ് കലക്ടർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. 2 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കുന്നു. NDRF സംഘം അടിമാലിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അവരെത്തിയ ഉടനെ തന്നെ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ഇവരെ 2 പേരെയും പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് കലക്ടർ പറയുന്നത്. നേരത്തെ തന്നെ കുടുംബങ്ങളോട് മാറ്റി താമസിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇവരവിടെ താമസിക്കുകയായിരുന്നില്ല. ഇവർ മാറി താമസിച്ചിരുന്ന ആളുകളാണ്. അവരെത്തിയത് അവരുടെ ആവശ്യത്തിന് വേണ്ടി എത്തുകയായിരുന്നു. അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. 2 പേരാണ് ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. കലക്ടർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. NDRF സംഘം ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവിടെ എത്തും. മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ രക്ഷാപ്രവർത്തനം തുടരും എന്നുള്ളതാണ്. ആ പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്.